RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗിലെ ഒരു ലോഡ് മത്സരങ്ങളെ കുറിച്ചാണ്. റൗണ്ട് ഓഫ് 16ലേക്ക് നേരിട്ട് യോഗ്യത നേടാനും പ്ലേ ഓഫ് കളിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു കുറെ ടീമുകൾ. അതിനെക്കുറിച്ചാണ് സംസാരം. അപ്പോൾ ഇന്നലെ രാത്രിക്ക് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഇന്ന് പുലർച്ചയ്ക്ക് നട്ടപ്പാതിരിക്ക് പന്ത് കളി കണ്ടിരിക്കാൻ നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചിലർ ചോദിക്കും. അപ്പൊ അവരോട് പറയണം, ഭ്രാന്ത് തന്നെയാണ്, ഇതും ഒരു തരം ഭ്രാന്ത് തന്നെയാണ്. എന്താ പറയുക, നമ്മളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ക്ലബ്ബുകള്, ഒരു സ്വന്തം ടീം, അവര് ഓരോ കളികൾ കളിയുമ്പോൾ ആ കളിയിൽ നമുക്ക് വിജയിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കാണാനുള്ള ഒരു ത്രില്ലുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അത് പറഞ്ഞ ഈ ചങ്ങായിമാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും രാത്രിയും ഉറക്കമൊഴിച്ചിരുന്ന് കളി കണ്ട് പിറ്റേസം ഡ്യൂട്ടിക്ക് പോകേണ്ട, അതൊക്കെ അറിയാം. അതാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ വായടിപ്പിക്കാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മള് കുറെ പേര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് ഈ സമയത്ത് ഈ കളിയും കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ. അതൊന്നും ഇവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ എന്തായാലും നമുക്ക് കളികളിലേക്ക് വരാം. കളി നട്ടപ്പാതിര 1:30 മണിക്ക് 18 മത്സരങ്ങൾ ഇങ്ങനെ ലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഏത് കാണണം ഏത് കാണണ്ടാവിട്ട് ഒരുപാട് പേര് കൺഫ്യൂഷൻ അടിച്ച് പണ്ടാറടിയുണ്ടാവും. എന്നിട്ടായിരിക്കും ലാസ്റ്റ് പോയിട്ട് അധികം ഒരു കളി കണ്ടിട്ടുണ്ടാവും. ഒന്ന് ചിലവര് ലാപ്ടോപ്പിലും അതേപോലെ മൊബൈലിലും അതേപോലെ ടിവിയിലും എന്തൊക്കെ കാണാൻ പറ്റുന്നോ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കളി അത് ആസ്വദിച്ച് കാണുമെന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഞാൻ കളി കണ്ടുകൊണ്ടിരുന്ന എനിക്കുണ്ടായിരുന്നു ബാഴ്സയുടെ കളി. അതിൻ്റെ കൂടെ സ്കോർ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ അപ്ഡേഷൻ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. അല്ലാതെ 2-3 കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ പോലെ ആവും. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളെ കണ്ടിട്ട് ഏതും ഇല്ലാതെ ആവും. നമുക്ക് ഒരു കളി വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെ കളി പുറത്തുള്ള കുറെ പേര് അകത്തുമായി, അകത്തുള്ള കുറെ പേര് പുറത്തുമായി. എന്തായാലും ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു 45-90 മിനിറ്റ് കൊണ്ട് നടന്ന സംഭവങ്ങളാണ്. പ്രതീക്ഷിച്ച് ടോപ്പ് 3-ലുള്ളവരൊക്കെ 3, 4, 5, 6, 7 ഉള്ളവരൊക്കെ എടുത്ത് പുറത്തിടുകയും ചെയ്തു. 13, 12, 14 ഒക്കെ സ്ഥാനത്തുള്ള 13, 14, 15 സ്ഥാനമുള്ള ആൾക്കാരൊക്കെ ഉള്ളിലും കയറി വന്നു. എന്താ കഥ! അതും ഫസ്റ്റ് ഹാഫിലൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കളി നടന്നുകൊണ്ടിരിക്കുന്നത് പല ടീമുകളുടെയും. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ പല കളികളും മാറാൻ തുടങ്ങി. എക്സ്ട്രാ ടൈമിൽ, ഇഞ്ചുറി ടൈമിലേക്കാണ് വിധി നിർണ്ണയിച്ചത്. അതിൽ എടുത്തു പറയേണ്ട കളി എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് വിസസ് ബെൻഫിക്കയുടെ ഹോം ഗ്രൗണ്ടിൽ 4-2 റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടത്. ഗോൾ കീപ്പർ വരെയാണ് ഡോഗന്മാർക്കെതിരെ ഗോൾ അടിച്ചിരിക്കുന്നത്. 4ാമത്തെ ഗോൾ, ആ ഒറ്റ ഗോളിലാണ് ബെൻഫിക്ക എന്ന് പറയുന്ന ടീം പ്ലേ ഓഫ് കളിക്കാൻ യോഗ്യത നേടുന്നത്. 24ാം സ്ഥാനക്കാരായിട്ട് അവര് -3-ലായിരുന്നു നിൽക്കണ്ടായിരുന്നത്. ഒരു ഗോൾ ഉണ്ടല്ലോ അവസാനത്തെ ആ ഗോൾ കീപ്പറുടെ ഗോൾ, ഇഞ്ചുറി ടൈമിൽ ആ ഫ്രീ കിക്ക് എടുക്കാൻ പറ്റുന്ന സമയത്ത് ഈ ഗോൾ കീപ്പർ സെന്ററിൽ നിന്ന് ഓടി വരികയാണ്. അയാൾക്കറിയായിരുന്നു എന്റെ തല കൊണ്ടുള്ള ഹെഡർ കൊണ്ടാണ് ബെൻഫിക്ക ഇന്ന് പ്ലേ ഓഫിൽ കയറാൻ പോകുന്നത്. അങ്ങനെ റയലിനെ കശാപ്പ് ചെയ്ത് വിട്ടിരിക്കുകയാണ് ജോസ് മറിയയുടെ പിള്ളേര്. എന്താ പറയേണ്ടത്? റയൽ ഫാൻസ് ഒക്കെ ആകെ കിളി പോയിട്ട് നിൽക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 3ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്, ഇപ്പൊ കിടക്കുന്ന 9ാം സ്ഥാനത്താണ്. എന്താ അതേപോലെ തന്നെ ബാഴ്സലോണയുടെ കളി ഫസ്റ്റ് ഹാഫിൽ 1-0 കോപ്പൻഹാഗനെതിരെ പരാജയപ്പെട്ട് നിൽക്കണം. അതും ഹോം ഗ്രൗണ്ടിൽ നിന്ന് ആലോചിക്കണം. ബാഴ്സ ഫാന് വരെ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. ബാഴ്സ ഫാന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സമനിലയിൽ അവസാനിക്കാൻ മിക്കവാറും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 3-1 അവസാനിക്കുന്നത്. പക്ഷെ 4-1 ഭാഗ്യം കൊണ്ട്. അമ്മാതിരി കളിയ സെക്കൻഡ് ഹാഫിൽ. ഈ ഹൻസി ഫ്ലിക്ക് എന്താണ് ഈ ചങ്ങായിമാർക്ക് സെക്കൻഡ് ഹാഫിൽ കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഡ്രസ്സിംഗ് റൂമിൽ പോയി വരുന്ന ശേഷം ബാഴ്സലോണ അട്ടിമുട്ടി മാറിയിട്ടാണ് വരുന്നത്. 1-2 സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, മൊത്തത്തിൽ എല്ലാ ആൾക്കാരുടെയും യമാൽ ആയിക്കോട്ടെ, റഫീന ആയിക്കോട്ടെ, ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെയാണ് കാണിച്ചതറിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹാഫ് നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫ് മാത്രം കളിച്ചാൽ മതി ചോദിക്കുന്നുണ്ട്. കംബാക്കുകളുടെ രാജകുമാരന്മാരാണ് കഴിഞ്ഞ സീസൺ മുതൽ ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ ബാഴ്സലോണ. അപ്പൊ എന്തായാലും ബാഴ്സ ആരാധകർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്താ പറയുക, റയൽ ഒരു സൈഡ് ഇങ്ങനെ കിടക്കുകയാണ്, ബാഴ്സ ഗംഭീര വിജയം വിജയിച്ച് 5ാം സ്ഥാനത്താണ്. അപ്പോ റയലാണ് ഇതുകൊണ്ടൊന്നും തീരില്ല. അവര് ചാമ്പ്യൻസ് ലീഗ് ഹീറോസുകളാണോ, അവര് തിരിച്ചു വരാൻ ഏത് നിമിഷവും നടക്കും. ഈ ഒരു തോൽവി കൊണ്ടൊന്നും അവർ പുറത്തൊന്നായിട്ടില്ല. സെമി ഫൈനലിൽ എത്രയും മുമ്പ് റയലിനെ പുറത്താക്കാൻ പറ്റിയാലായി. അവർ കപ്പടിച്ചിട്ടേ പോവുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. അത് അവർക്കുള്ള പാരമ്പര്യമാണ്. സെമി ഫൈനൽ കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമാണ് ആ ഒരു എനർജിയും അതേപോലെ അവർക്ക് ലെക്കായിട്ടും എല്ലാം കൊണ്ടും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റയൽ ഫാൻസ്. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക. അതിന് മുമ്പ് ചില പുറത്താവാം, ക്വാർട്ടർ ഫൈനലിൽ പോവാം, റൗണ്ട് ഓഫ് 16 പോവാം, സെമിയിൽ പോവാം. സെമി ഫൈനലിൽ അങ്ങോട്ട് പോയാൽ സെമി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ നമുക്ക് ഓരോ കളികളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് ആരൊക്കെയാണ് ജയിച്ചത്, ആരൊക്കെയാണ് ഈ റൗണ്ട് ഓഫ് 16ലേക്ക് ഡയറക്റ്റ് കയറിയത്, ഇനി പ്ലേ ഓഫ് കളിക്കേണ്ട ഏതൊക്കെ ടീമാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ. ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ രാത്രിത്തെ മത്സരം നടക്കുന്ന മുമ്പ് ടേബിൾ എങ്ങനെയെന്ന് നമുക്ക് ആദ്യം നോക്കിയാൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആരൊക്കെയാണ് പുറത്തുള്ളവർ അകത്ത് വന്നത്, അകത്തുള്ളവർ പുറത്ത് പോയത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 1ാം സ്ഥാനത്ത് ആഴ്സണൽ തന്നെയാണ്.
രണ്ടാം സ്ഥാനത്തുള്ളത് ബയൺ മ്യൂണിക്കാണ്, മൂന്നാം സ്ഥാനത്ത് റയൽ മഡ്രിഡ്, നാലാം സ്ഥാനത്ത് ലിവർപൂൾ, അഞ്ചാം സ്ഥാനത്ത് ടോട്ടൻഹാം ഹോട്ട്സ്പർ, ആറാം സ്ഥാനത്ത് PSG, ഏഴാം സ്ഥാനത്ത് ന്യൂകാസ്റ്റൽ യുണൈറ്റഡ്, എട്ടാം സ്ഥാനത്ത് ചെൽസി, ഒൻപതാം സ്ഥാനത്ത് ബാഴ്സലോണ, പത്താം സ്ഥാനത്ത് സ്പോർട്ടിംഗ് CP, 11ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി, 12ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മഡ്രിഡ്, 13ാം സ്ഥാനത്ത് അറ്റ്ലാന്റ, 14ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ, 15ാം സ്ഥാനത്ത് ജുവന്റസ്. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കളി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മാറിയ മാറ്റം ഉണ്ടല്ലോ. പോയിന്റ് ടോപ്പ് ടേബിളിൽ രണ്ടാൾക്കാർ മാറിയിട്ടില്ല, ആഴ്സണലും ബയൺ മ്യൂണിക്കും. ഞാൻ വീഡിയോക്ക് മുന്നേ പറഞ്ഞിട്ട് ഇവർ ഓൾറെഡി റൗണ്ട് ഓഫ് 16 കയറി കഴിഞ്ഞു. അവർ ടോപ്പ് ലെവലിൽ തന്നെയാണ് റൗണ്ട് ഓഫ് 16 കയറി. ഏറ്റവും കൂടുതൽ പോയിന്റ് 8 മത്സരത്തിൽ 24 പോയിന്റ് നേടിയിട്ടാണ് ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 കയറുന്നത്. രണ്ടാം സ്ഥാനത്തിൽ ബയൺ മ്യൂണിക്ക് ആകെ പരാജയപ്പെട്ട ഒറ്റ മത്സരം ആഴ്സണലിന്റെ കൂടെ എന്നുള്ള ആലോചിക്കണം. മൂന്നാം സ്ഥാനത്ത് ആരാ? റയലൊക്കെ ഇറങ്ങി. ഇപ്പൊ ലിവർപൂൾ മൂന്നാം സ്ഥാനത്ത്, നാലാം സ്ഥാനത്ത് ടോട്ടൻഹാം ഹോട്ട്സ്പർ, അഞ്ചാം സ്ഥാനത്ത് സാക്ഷാൽ ബാഴ്സലോണ 9ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നാണ്, അവര് ഒറ്റയടിക്ക് മുകളിലേക്ക് എത്തി. ആറാം സ്ഥാനത്ത് ചെൽസി, ഏഴാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് CP, എട്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി, 9ാം സ്ഥാനത്താണ് റയൽ മഡ്രിഡ്. ഇനി പ്ലേ ഓഫ് കളിച്ചിട്ടാണ് അവർക്ക് റൗണ്ട് ഓഫ് 16 വരണമെങ്കിൽ. 10ാം സ്ഥാനത്ത് ഇന്റർ മിലാനാണ്. ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്റർ മിലാൻ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. ബാക്കിയുള്ള കുറെ ടീമുകളുടെ തോൽവി, അത്ലറ്റിക്കോ മഡ്രിഡിന്റെ പരാജയം, അങ്ങനെ കുറെ പരാജയങ്ങളൊക്കെ ഉണ്ടായിരുന്നതിന്റെ ഇടയിൽ 10ാം സ്ഥാനത്ത് ഇന്റർ മിലാനാണ്. അടുത്ത് നിൽക്കുന്നത് 11ാം സ്ഥാനത്ത് PSG ആണ്. PSG അവിടെ ഉണ്ടായിരുന്നത് 6ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ്, അവർ നേരെ 11ാം സ്ഥാനത്തെത്തി. ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് 12ാം സ്ഥാനത്താണ്. ഇവർ 9 മത്സരം വന്നപ്പോൾ ഞാനില്ലെങ്കിൽ നീയും വേണ്ടെന്ന് പറഞ്ഞ രണ്ടാളും അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയ പോലെ രണ്ടാളും സമനില പിരിഞ്ഞു. അതോടുകൂടിയിട്ട് ടോപ്പ് 8 താഴെ വരികയാണ്. കഴിഞ്ഞ സീസണിലും ടോപ്പ് 8 ഒന്നല്ല PSG ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും കപ്പടിച്ചു. അപ്പോൾ ഈ ടോപ്പ് 8 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കളി കുറഞ്ഞു കിട്ടുന്നില്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് മുന്നോട്ട് പോകുമ്പോൾ പാതിയിൽ ക്വാർട്ടർ ഫൈനലുണ്ട്, സെമി ഫൈനലുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ കളികൾ മുറുകും, ടൈറ്റ് ആവും. അപ്പൊ എന്ത് സംഭവിക്കാം? അപ്പൊ ഇതിലൊന്നും കാര്യമില്ല. റയൽ മഡ്രിഡ് 9ൽ എത്തി എന്നിട്ട് ആരും വലിയ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇന്നലത്തെ തോൽവി ഭയങ്കര നാണം കെട്ട തോൽവി തന്നെയാണ്. 2 റെഡ് കാർഡുകൾ അടക്കം കിട്ടിയിട്ടാണ് അവര് ഇന്നലെ ഗ്രൗണ്ട് വിട്ടത്. ബെൻഫിക്കയുടെ ഗ്രൗണ്ട് ശരിക്കും ആ കളി കണ്ടപ്പോൾ കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയും ബെൻഫിക്കയായിട്ടുള്ള മത്സരമുണ്ട്, അതിനെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു സ്റ്റേഡിയവും അതേപോലെ തന്നെ ആ ഒരു അന്തരീക്ഷവും അതേപോലെ മഴയും അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. പക്ഷെ റയൽ കംബാക്ക് അടിക്കുന്നു വിചാരിച്ചതാ. പക്ഷേ ബെൻഫിക്കയുടെ മാസ്റ്റർ ക്ലാസ് ഒരു മത്സരമായിരുന്നു കണ്ടത്. കിഡിലൻ മത്സരം എന്ന് പറഞ്ഞാൽ കിഡിലൻ മത്സരമാണ് നടന്നത്. 13ാം സ്ഥാനത്ത് ജുവന്റസും, 14ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മഡ്രിഡും, 15ാം സ്ഥാനത്ത് അറ്റ്ലാന്റയും, 16ാം സ്ഥാനത്ത് ലെവർകുസനും, 17ാം സ്ഥാനത്ത് ഡോട്ട്മണ്ടും, 18ാം സ്ഥാനത്ത് ഒളിമ്പിക്കാസും, 19ാം സ്ഥാനത്ത് ക്ലബ് വർക്ക്സും, 20ാം സ്ഥാനത്ത് ഗലത്തസ്രായും, 21ാം സ്ഥാനത്ത് മൊണോക്കയും, 22ാം സ്ഥാനത്ത് കരബാഗ് FKയും, 23ാം സ്ഥാനത്ത് ബോഡോ ഗ്ലിമിറ്റുമാണ്. 24ാം സ്ഥാനത്ത് ബെൻഫിക്കയാണ്. ബോഡോ ഗ്ലിമിറ്റ് 2025 അവസാനം വിജയങ്ങളൊന്നും ഇല്ല, പക്ഷെ 2026 അവര് ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ചുകൊണ്ടാണ് അവര് 3 വിജയം നേടിയിട്ടാണ് അവര് 9 പോയിന്റുമായിട്ട് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. 24 ഉള്ളിൽ കയറിയത്. അവസാനം 24ാം സ്ഥാനത്ത് ബെൻഫിക്കാണ്. ബെൻഫിക്ക ഇന്ന് 9 പോയിന്റുമായിട്ടാണ് കയറിയിരിക്കുന്നത്. -2 ഗോളിന്റെ ആ അവസാന ഗോൾ ആ ഗോൾ കീപ്പർ അടിച്ചുകൊണ്ട് മാത്രം അവർക്ക് യോഗ്യത കിട്ടാണ്. അല്ലെങ്കിൽ മെർസിൽ കയറേണ്ട സ്ഥലത്താണ് ഇന്ന്. എന്തായാലും അവർക്ക് ഇന്നത്തെ രാത്രി ഉറങ്ങാൻ പറ്റാത്ത രാത്രി തന്നെയായിരിക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ റയൽ മഡ്രിഡിന്റെ കൂടെ ജയിക്കുക എന്നുള്ളത് അത് വലിയൊരു കടമ്പ തന്നെയാണ്. അത് അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവരുടെ കാണികൾക്ക് മുന്നിൽ അവർ ജയിച്ചു. അതിനുശേഷം 25ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒരു ഗോൾ കൂടി മാർജിനിൽ അടിച്ചാലാണ് ഏത് സമയത്ത് റയൽ തിരിച്ചടിക്കും. റയലിന് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിക്കുന്നുള്ള നിമിഷത്തിലാണ് അവസാന ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഫ്രീ കിക്ക് വരാനോ അവരുടെ ഗോൾ കീപ്പർ വന്ന് ഗോൾ അടിക്കാനും. കളി കഴിഞ്ഞിട്ട് കോർട്ട് പോയിട്ട് ആളിനെ അനുമോദിക്കുന്നുണ്ട്. എമ്മാതിരി ചങ്ങയല്ലേ, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇനി റയൽ മഡ്രിഡ് പ്ലേ ഓഫ് കളിച്ചു. അപ്പൊ നമുക്ക് ഇന്നലെ നടന്ന മത്സരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മത്സരത്തിന്റെ റിസൾട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യ മത്സരം നടന്നത് യൂണിയൻ സെന്റും അറ്റ്ലാന്റയും തമ്മിലാണ്. അറ്റ്ലാന്റ 1-0 പരാജയപ്പെടും യൂണിയൻ സെന്റിന്റെ അടുത്ത്. ഇവർക്ക് ജയിക്കുകയാണെങ്കിൽ ടോപ്പ് 8 വരെ 13 പോയിന്റ് ഉണ്ടായിരുന്നു. ജയിക്കുകയാണെങ്കിൽ 16 പോയിന്റ് ആയിട്ട് ടോപ്പ് 8 വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. 1-0 പരാജയപ്പെട്ടു. രണ്ടാമത്തെ മത്സരം PSG vs ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്ക് 2-1 PSG ഹോം ഗ്രൗണ്ടിൽ വെച്ച് PSG പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതോടുകൂടി ബയൺ മ്യൂണിക്ക് 2ാം സ്ഥാനത്ത് ടോപ്പിൽ 2 പൊസിഷനിൽ നിൽക്കുകയാണ്. മൂന്നാമത്തെ മത്സരമാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. പാരീസ് ജർമ്മൻ വിസസ് ന്യൂകാസ്റ്റൽ യുണൈറ്റഡ്. ഡെംബലയുടെ പെനാൾട്ടി മിസ് ആയതോടുകൂടിയിട്ട് ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് നല്ല കിടിലൻ ചാൻസുകൾ ഉണ്ടായിരുന്നു അവസാനമൊക്കെ. പക്ഷെ 1-1 ഞാനില്ലെങ്കിൽ നീയും പോകണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവിടുത്തെ സ്ഥാനങ്ങൾ 6-7 സ്ഥാനത്ത് ഉണ്ടായിരുന്നവർ ഇറങ്ങി ചോട്ടിലേക്ക്. അപ്പോ ഇനി കളികളുണ്ട്. പ്ലേ ഓഫ് കളിച്ചിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും വരാൻ. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ പാഫ്കോഫ് FC സ്ലാവിയ പ്രാഹെ 4-1 പരാജയപ്പെടുത്തിയതാണ്. അതേപോലെ തന്നെ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ നെപ്പോളി ചെൽസി. ഒരു കിട്ടില്ല മത്സരം എന്ന് 2-3 ചെൽസി വിജയിക്കുന്നത്.
അതോടുകൂടിയാണ് ചെൽസി ടോപ്പിലേക്ക് എത്തുന്നത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ മൊണോക്കോ വിസസ് ജുവന്റസ്, ഇവർ 0-0 സമനിലയിൽ പിരിയാണ്. അതോടുകൂടി രണ്ട് ടീമുകളിൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് മുന്നോട്ട് വരായിരുന്നു. ഈ ഓരോ കളി ഗോൾ ഡിഫറൻറ്റിന്റെ മുകളിലേക്ക് വരുന്നതൊക്കെ അടുത്ത പ്ലേ ഓഫിലും അതേപോലെ അടുത്ത ഇതിലൊക്കെ ഏത് ടീമുകളിലും ഓപ്പോണന്റ് ടീമുകളിൽ നിശ്ചയിക്കുന്ന ഒരു ഇതാണ് സംഭവം. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ഗാലത്തസറായി, 2-0 മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് വിജയിക്കുകയുണ്ടായി. അടുത്ത മത്സരം നോക്കാൻ ലിവർപൂൾ 6 ആടിയിട്ട് വിജയിച്ച് കരബാഗ് എഫ് കെക്കെതിരെ 6-0 ഇവരും പ്ലേ ഓഫ് കളിക്കുന്നുണ്ട്. കരബാഗ് എഫ് കെയും 6-0 കിഡിലൻ തിരിച്ചു വരാണ് ലിവർപൂളിന്റെ. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ഫോർട്ട് ടോട്ടൻഹാം ഹോട്ട്സ്പർ മത്സരമായിരുന്നു. അതിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ 2-0 ഫ്രാങ്ക്ഫോർട്ടിനെ പരാജയപ്പെടുത്തി. അങ്ങനെ അവർ ടോപ്പിൽ തന്നെ ഉണ്ട്. അടുത്ത മത്സരം ബറൂസിയ ഡോട്ട്മണ്ടിനെ ഇന്റർ മിലാൻ 2-0 പരാജയപ്പെടുത്തി. ഇന്റർ മിലാൻ പൊസിഷൻ ഒന്നുകൂടെ മെച്ചപ്പെടുത്തി മുകളിലെത്തി. പക്ഷേ അവരും പ്ലേ ഓഫ് കളിച്ചിട്ട് വരേണ്ട ആൾക്കാരാണ്. അതുപോലെ ക്ലബ് ബർഗ്സും മെറസിലാണ് 3-0 ക്ലബ് ബർഗ്സ് പ്ലേ ഓഫ് കളിച്ച് വരും. മെറസിൽ പുറത്താവുകയാണ്, എലിമിനേറ്റ് ചെയ്ത് പോവാണ്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ്. ഇന്നലെ നടന്ന ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും സുന്ദരവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളി എന്ന് പറയുന്നത് തന്നെയായിരുന്നു. റയൽ മാഡ്രിഡ് ഒരു ഗോൾ കൂടെ അടിച്ചിരുന്നെങ്കിൽ തീ പാറിയ മത്സരം തന്നെയായിരുന്നു. പക്ഷേ 4-2 അവർ പരാജയപ്പെട്ട് 2 റെഡ് കാർഡ് വാങ്ങിയിട്ടാണ് റയൽ മാഡ്രിഡ് വീട്ടിലേക്ക് മടങ്ങിയത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ലെവർകുസനും വില്ലറിലാണ്. വില്ലറിൽ എന്തിനാണ് ഇവിടെ വന്ന് കളിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല. ചാമ്പ്യൻസ് ലീഗിൽ ലാലിയിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തിയിട്ട് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ വന്നിട്ട് ഒരു നേരെ വിജയം പറ്റില്ല. ഒരു കളി അങ്ങനെ വിജയിച്ചിട്ടുള്ളത് ടേബിളിലായിട്ട് ലാസ്റ്റ് കിടക്കുന്നത്. 3-0 ലെവർകുസൻ വിജയിച്ചത്. അടുത്ത മത്സരം ബാഴ്സലോണ വിസസ് കോപ്പൻഹാഗൻ ആയിട്ടുള്ള മത്സരം. ഫസ്റ്റ് ഹാഫിൽ 1-0 പുറകിൽ നിന്ന ശേഷം സെക്കൻഡ് ഹാഫിൽ 4-1 തിരിച്ചു വരാണ് ഉണ്ടായത്. യമാലിന്റെയും റഫീനിന്റെയും ലെവൻഡോസ്കിയുടെയും റാഷ്ഫോർഡിന്റെ ഒരു കിഡിലൻ ഫ്രീ കിക്കിലൂടെ ഗംഭീര തിരിച്ചുവരാൻ നടത്തി. ചങ്ങായിമാർക്ക് ശരിക്കും ഭ്രാന്ത. ഫസ്റ്റ് ഹാഫിൽ ഗോൾ വാങ്ങിക്കുക, അതും ഫസ്റ്റ് ഹാഫിൽ 4-5 മിനിറ്റ് ആകുമ്പോഴേക്കും 2 ഗോൾ വാങ്ങിക്കാം. ഒരു ക്ലീൻ ഷീറ്റ് പോലും ഉണ്ടായിട്ടില്ല ചാമ്പ്യൻസ് ലീഗിൽ ഒരു അവസാനം നടന്ന 11-12 മത്സരങ്ങളിൽ. ഇങ്ങനെ ഫസ്റ്റ് ഗോൾ വാങ്ങിക്കും, പിന്നെ കുറെ തിരിച്ചടിക്കും. ഇതാണ് ഇപ്പോൾ ബാഴ്സന്റെ ഒരു സ്റ്റൈൽ. അത് കാരണം ഇപ്പോൾ നമുക്ക് കളി കാണുന്നവർക്ക് ടെൻഷൻ ഒന്നുമില്ല. എന്തായാലും സെക്കൻഡ് ഹാഫിൽ തിരിച്ചടിക്കുന്നുള്ള ഇതാണ്. അങ്ങനെ ആ മത്സരം കഴിഞ്ഞു. അടുത്ത മത്സരം അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യ ഗോൾ സ്കോർ ചെയ്തു. പക്ഷേ ബോർഡോ ഗ്ലിമിറ്റ് 2-1 വിജയിച്ചിട്ട് അവര് പ്ലേ ഓഫ് കളിക്കാനുണ്ട് കേട്ടോ അവരും. അതേപോലെ തന്നെ സ്പോർട്ടിംഗ് CP അറ്റ്ലന്റിക് ക്ലബ്ബായിട്ടുള്ള കിട്ടില്ല മത്സരമായിരുന്നു. 3-2 സ്പോർട്ടിംഗ് CP പോർച്ചുഗലിന്റെ ക്ലബ്ബായ സ്പോർട്ടിംഗ് CP അവർ ടോപ്പ് 8ലേക്ക് ആയിരിക്കണം. അതോടുകൂടിയിട്ടാണ് ഈ ടോപ്പ് 8ലേക്ക് ഇവരുടെ കയറ്റമായിരുന്നു റയൽ മാഡ്രിഡിന്റെ താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ്, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് 8ാം സ്ഥാനത്തുണ്ടായതാണ്. അടുത്ത മത്സരം നടന്ന ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആഴ്സണലിൽ ഹെറാറ്റ് അൽമാറ്റിയെ 3-2 പരാജയപ്പെടുത്താണ്. ഈ ചങ്ങായിമാർ പ്ലേ ഓഫ് കളിക്കാനുണ്ട്. അടുത്ത മത്സരം അജാക്സ് വിസസ് ഒളിമ്പിക് തമ്മിലുള്ള മത്സരമാണ്. അവര് അജാക്സിന്റെ ഹോം ഗ്രൗണ്ടിൽ 1-2 അജാക്സിനെ പരാജയപ്പെടുത്താണ്. അപ്പൊ ഇതൊക്കെയാണ് കളികളുടെ ഒരു ഇത്. അപ്പോൾ ഇനി എന്താണ് പ്ലേ ഓഫിൽ ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത്, അതേപോലെ ടോപ്പ് 8ലേക്ക് വരുന്ന ടീമുകളിൽ ആരൊക്കെയാണ് നേരിടാൻ പോകാൻ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ഇതിന്റെ ഡ്രോ നടക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് ഏതൊക്കെ ടീമിന്റെ ഓപ്പോണന്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിലൊരു സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ടോപ്പ് 16ൽ 5ാം സ്ഥാനക്കാരായ ബാഴ്സലോണയ്ക്കും 6ാം സ്ഥാനക്കാരായ ചെൽസിക്കും എതിരാളികൾ ആരൊക്കെ നോക്കി കഴിഞ്ഞാൽ മൊണോക്കോ ഉണ്ട്, ഖറബാഗ് FK ഉണ്ട്, അതേപോലെ തന്നെ പാരീസ് ജർമ്മൻ PSG ഉണ്ട്, അതേപോലെ തന്നെ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ഉണ്ട്. ഇവര് 4 ടീമുകളാണ് ഇതിൽ ബാഴ്സലോണയ്ക്കും അതേപോലെ തന്നെ ചെൽസിക്കും എതിരായിട്ട് വരും. അതേപോലെ തന്നെയാണ് ഈ സൈഡ് നോക്കുകയാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ടീം ബാഴ്സലോണയോ ചെൽസിയോ നേരിടും. അപ്പോൾ അടുത്ത ഇതിലേക്ക് വരികയാണെങ്കിൽ 3ാം സ്ഥാനക്കാരായിട്ടുള്ള ലിവർപൂളും 4ാം സ്ഥാനക്കാരായിട്ടുള്ള ടോട്ടൻഹാം ഹോട്ട്സ്പറും തമ്മിലുള്ള മത്സരത്തിലേക്ക് അവർക്ക് 2 എതിരാളികളായി കിട്ടാൻ പോകുന്നത് ക്ലബ് ബർഗ്സ് ഉണ്ട്, ഗാലത്തസറായി ഉണ്ട്, അറ്റ്ലന്റിക്കോ മാഡ്രിഡ് ഉണ്ട്, ജുവന്റസ് ഉണ്ട്. ഈ 4 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമുകളായിരിക്കും ഇവർ 2 പേരെയും നേരിടാൻ പോകുന്നത്. പ്ലേ ഓഫ് മത്സരം എന്ന് പറഞ്ഞാൽ 2 പാദം മത്സരങ്ങളായിട്ട് നടക്കുക. അതിൽ ജയിക്കുന്നവർക്ക് ഇത് ഏതെങ്കിലും ഒരു ടീമിനെ നേരിടേണ്ടി വരും. അങ്ങനെ അടുത്ത മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ സ്പോർട്ടിംഗ് CP മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 7ാം സ്ഥാനക്കാരും 8ാം സ്ഥാനക്കാരെയും നേരിടാനുള്ളത്. അവിടെ നോക്കുകയാണെങ്കിൽ ബോർഡോ ഗ്ലിമിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ബെൻഫിക്ക ഉണ്ട്, റയൽ മാഡ്രിഡ് ഉണ്ട്, ഇന്റർ മിലാൻ ഉണ്ട്. അപ്പോൾ ഇതിൽ 4 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമായിരിക്കും സ്പോർട്ടിംഗ് CPയെയും അതേപോലെ തന്നെ റയൽ മാഡ്രിഡിനെ നേരിടാൻ പോകുന്നത്. അടുത്ത 1ാം സ്ഥാനക്കാരും 2ാം സ്ഥാനക്കാരായ ആഴ്സണലിനെയും ബയൺ മ്യൂണിക്കിനെയും നേരിടാൻ പോകുന്നത് ബറൂസിയ ഡോട്ട്മണ്ട് ഉണ്ട്, ഒളിമ്പിക്കാസോ ഉണ്ട്, അതേപോലെ തന്നെ അറ്റ്ലാന്റ ഉണ്ട്, ബയർ ലെവർകുസൻ ഉണ്ട്. ഇവര് 4 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമുകളായിരിക്കും ഇവരെ നേരിടാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ബാഴ്സലോണയ്ക്ക് കാത്തിരിക്കുന്നത് ന്യൂകാസ്റ്റൽ യുണൈറ്റഡോ PSG ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ മൊണോക്കോ. ഇവരായിരിക്കും, ഇവര് 3 ടീമിൽ ആരെങ്കിലും ഒരാളായിരിക്കും ബാഴ്സലോണയ്ക്ക് ചെൽസിക്കും എതിരെ നേരിടാൻ പോകുന്നത്. അപ്പൊ എന്തായാലും
5 സ്ഥാനങ്ങളുള്ളതൊന്നും കാര്യമില്ല, കണ്ടില്ലേ? ഇപ്പോൾ വന്നിരിക്കുന്നത് PSG-യും ന്യൂകാസിൽ യുണൈറ്റഡൊക്കെയാണ് എതിരാളികളായിട്ട് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ റയലിന് മാഞ്ചസ്റ്റർ സിറ്റിയും അതേപോലെ തന്നെ സ്പോർട്ടിംഗ് CP ഇവർ ആരെങ്കിലും ഒന്ന് വരും. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ റൗണ്ട് ഓഫ് 16 തന്നെ തീപ്പാറിയ പോരാട്ടങ്ങൾക്ക് വേദിയാവണം ഈ പുതിയൊരു ഫോർമാറ്റിൽ വന്നതുകൊണ്ട് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ടീമുകൾ അകത്താകും, ഏതൊക്കെ ടീമുകൾ പുറത്താവുന്ന റൗണ്ട് ഓഫ് 16 ഇപ്പൊ ആഹ്ലാദിക്കൊന്നും വേണ്ട, ഇതിന് മത്സരങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ. ഇനി അത് വെള്ളിയാഴ്ച ഡ്രോ കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏതൊക്കെ ടീമുകളെതിരെയാണ് കളി വരാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഫുട്ബോളിൽ ഇന്നലെ നടന്ന കളികളിൽ 2-3 കളികളെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അത് നാളെ ചെയ്യാം, ഇന്ന് സമയമില്ല. പുലർച്ചെ 4:15 ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങിയ നാളെ ഡ്യൂട്ടിക്ക് പോകാൻ. അവസ്ഥ അല്ലേ, എന്താ പറയാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യുക, ആരൊക്കെയാണ് ഇതിൽ അടുത്ത റൗണ്ടിലേക്ക് കയറാൻ പോകാനുള്ള ചാൻസ് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കാം.